ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 3-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1299 ഇടവമാസം 20-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 13-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഈ അധ്യായത്തിൽ പറയുന്നത്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:12 അതായത് തിങ്കളാഴ്ച 1:12 AM എന്ന് പറയുന്ന സമയത്താണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത്. അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 12:06 അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞുള്ള 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച 6 AM എന്ന സമയത്താണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാണ്. മൃഗം കുതിരയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കാഞ്ഞിരമാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതു ദശയിലാണ്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ അശ്വതി നക്ഷത്രം. ദശാകാലം ആരംഭിക്കുന്നത് ഏത് ദശാകാലം മുതലാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ദശാകാലം ഏതാണ്? ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്ന ദശാകാലത്തിൽ ആദ്യത്തെ ദശാകാലമായി ഏത് ദശാകാലം വന്നു ചേരുന്നു എന്ന് ചോദിച്ചാൽ കേതു ദശാകാലമാണ്. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലവും കേതു ദശാകാലം തന്നെയാണെന്നുള്ള കാര്യവും കൂടി അറിഞ്ഞുകൊള്ളുക. അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് എല്ലാ മാസവും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസവും പറഞ്ഞു, ഈ മാസവും വീണ്ടും ആവർത്തിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കേൾക്കുന്നവർക്ക് ഒരു പുതിയ അറിവായി തീരട്ടെ എന്നുള്ള ഒരു നല്ല മനസ്സോടു കൂടിയാണ് വീണ്ടും അവതരിപ്പിക്കുന്നത്. സ്ഥിരമായി കേൾക്കുന്നവർക്ക് ഇതൊരു ആവർത്തന വിരസത തോന്നരുത്. ഒരുപക്ഷെ പലരും വീഡിയോ സ്കിപ്പ് ചെയ്തായിരിക്കും കേൾക്കുന്നത്. ചിലപ്പോൾ നാളത്തെ ദിവസം ഈ അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് കേൾക്കുവാൻ അവർക്ക് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയാതെ പോയാൽ മോശമല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു ഗുണകരമായ ഒരു അനുഭവമായി തീരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് എന്താണെന്ന് പറയാൻ പോവുകയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സാമർഥ്യമുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. വിനയമുണ്ടവർക്ക്, ബുദ്ധിശക്തിയുണ്ട്, ദീർഘായുസ്സുമുണ്ട്. ചുറ്റുപാടുകൾ മനസ്സിലാക്കി, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ആ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരുവാനുള്ള കഴിവും അവർക്കുണ്ട്. സ്നേഹിതന്മാരെ സമ്പാദിക്കുന്ന കാര്യത്തിൽ വിവേചനം പ്രദർശിപ്പിക്കാത്തവർ എന്ന് പറഞ്ഞാൽ അവർ ആരുമായിട്ടും നല്ല സ്നേഹബന്ധത്തിൽ തുടരും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇവർ ക്ഷിപ്രകോപികളായി തീരുവാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ പ്രേമകാര്യം നിർബന്ധമായിട്ടും വന്നിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. പ്രേമകാര്യങ്ങളിൽ ഇവർ ചാഞ്ചല്യം കാണിക്കുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇവർ പ്രേമത്തിലകപ്പെടും, ചിലർ പ്രേമത്തിൽ ചാഞ്ചല്യം കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. എങ്കിലും ഇവർ വിജ്ഞാന സമ്പാദനത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ സേവന മനസ്ഥിതി ഉള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. അശ്വതി നക്ഷത്ര സ്ത്രീകൾ സൗന്ദര്യം, സുഖം, പുത്രസമ്പത്ത്, ശുചിത്വം തുടങ്ങിയവയിൽ അനുഗ്രഹീതരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഈശ്വര വിശ്വാസികളുമാണ്. ഏത് കാര്യവും കണ്ടറിഞ്ഞ് അതിനനുകൂലമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. ഏത് പുരുഷനും ഇഷ്ടപ്പെടുന്ന ശരീരപ്രകൃതമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർക്കെന്നും ജ്യോതിഷം പറയുന്നു. അശ്വതി നക്ഷത്ര ജാതകർ കാർത്തിക, മകയിരം, പുണർദം, ചിത്ര, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരുമായുള്ള എല്ലാ ഇടപാടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടണം എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു.
അതുപോലെ തന്നെ കാർത്തിക, മകീരം, പുണർദം, ചിത്തിര, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം എന്ന് പറഞ്ഞാൽ കേതു ദശാകാലമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്ത് കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. എല്ലാ മാസവും പറയുന്നുണ്ട്, വീണ്ടും പറഞ്ഞു തരാം. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇപ്രാവശ്യം അത് മനസ്സിലാകട്ടെ. കേതു ദശാകാലം ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്ന 7 വർഷമായിട്ടാണ്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ചിലർക്കൊക്കെ 7 വർഷവും പൂർണ്ണമായിട്ടും കിട്ടും. കാരണം ആ നക്ഷത്രം തുടങ്ങുന്ന സമയത്താണ് ആ കുട്ടിയുടെ ജനനമെങ്കിൽ ആ 7 വർഷവും കിട്ടും. ചിലർക്ക് 5 വർഷം, 4 വർഷം, 3 വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിൽ വന്നു ചേരാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിനായിട്ടൊരു 4 വർഷം ഉണ്ടെന്നങ്ങ് വിചാരിക്കുക. അതായത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ ഗ്രഹനില തയ്യാറാക്കിയപ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ജനനശിഷ്ടമായിട്ട് വന്നു ചേർന്നത് കേതു ദശാകാലം 4 വർഷമായിട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ 4 വയസ്സ് വരെ കേതു ദശാകാലമായിരിക്കും. കേതു ദശാകാലം അനുകൂലമാണെങ്കിൽ ആ കുട്ടിക്ക് ബാലാഷ്ടകളൊന്നും വരാതെ നല്ല ആരോഗ്യത്തോടു കൂടി ആയിരിക്കും. അതിനുശേഷം ശുക്രദശാകാലം കടന്നു വരുന്നു. ശുക്രദശാകാലം 20 വർഷമാണ്. ആ കുട്ടിയുടെ ജീവിതത്തിൽ 24 വയസ്സ് വരെ ശുക്രദശാകാലമുണ്ട്. 4 വയസ്സ് മുതൽ 24 വയസ്സ് വരെ 20 വർഷക്കാലം ശുക്രദശാകാലമുണ്ട്. അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ ശുക്രദശാകാലം. കാരണം ഈ സമയത്ത് അശ്വതി നക്ഷത്ര ജാതകർ ജ്യോതിഷം പറയുന്നത് പ്രേമകാര്യങ്ങളിൽ, അനുരാഗ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ട് അവരുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് വഴിമാറിപ്പോകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പലർക്കും പിടിച്ചാൽ പിടികെട്ടാത്ത വിധത്തിൽ അത് കൈവിട്ടു പോകുന്ന ഒരു സമയമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയാലും ചിലപ്പോൾ ഈ പ്രേമത്തിലകപ്പെട്ട് പ്രേമത്തിൽ കൂടി പരാജയം സംഭവിച്ച് അതിൽ കൂടി നിരാശ അനുഭവിച്ച് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും അവർ അന്വേഷിക്കാതെ അവരുടെ ഭാവിയെ നശിപ്പിച്ച് കളയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ അവർ ജീവിതത്തെ നിരാശ കൊണ്ട് അവർ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രേമം ചിലരിൽ അനുകൂലമായ ഫലങ്ങൾ കൊടുക്കും, നല്ല ഒരു ജീവിതം അവർ കൊടുക്കും. എന്നാൽ ചിലരുടെ ജീവിതത്തെ തകർത്ത് കളയും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 24 വയസ്സിനുള്ളിൽ ഇവരുടെ പ്രേമത്തിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ 24 വയസ്സിനുള്ളിൽ അവരുടെ വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ 30 വയസ്സ് കഴിയും. കാരണം 24 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ദശാകാലം സൂര്യദശാകാലമാണ്. സൂര്യദശാകാലത്ത് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം വിവാഹം നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർക്ക് ചന്ദ്രദശാകാലമാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 10 വർഷം ചന്ദ്രദശാകാലമാണ്. 30 മുതൽ 40 വയസ്സ് വരെയുള്ള കാലം ചന്ദ്രദശാകാലമാണ്. ആ സമയത്തായിരിക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം നടക്കുക. അതിനു മുമ്പ് വിവാഹം നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചന്ദ്രദശാകാലം ഒട്ടുമിക്ക ആൾക്കാർക്കും ശോഭനമായ കാലമാണ്. ഇവർ ജനിച്ച സമയത്ത് അശ്വതി നക്ഷത്രത്തിൻ്റെ കൂറായ മേടക്കൂറിൻ്റെ അധിപനായ ചൊവ്വയും ദശാനാഥൻ, അതായത് ചന്ദ്രദശാകാലത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ഈ ചന്ദ്രനും ചൊവ്വയുമൊക്കെ പരസ്പരം ക്ഷേത്രം മാറിയൊക്കെ നിൽക്കുകയാണെങ്കിൽ രാജയോഗമാണ്. അപ്പോൾ ഈ 40 വയസ്സ് വരെ 30 മുതൽ 40 വയസ്സ് വരെയുള്ള സമയം അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരും. നല്ല വിവാഹം നടക്കും, നല്ല രീതിയിൽ ജീവിതമൊക്കെ മുമ്പോട്ട് പോകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതൊക്കെ ഗ്രഹനില നോക്കുമ്പോൾ മാത്രമേ അതൊക്കെ രാജയോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും അവരുടെ ജീവിതത്തിൽ ഈ ശുക്രദശാകാലം വളരെ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദശാകാലമാണ്. അതാണ് ജ്യോതിഷം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 വർഷം കുജൻ്റെ ദശാകാലമുണ്ട്. അപ്പോൾ ഈ കുജനും ചന്ദ്രനും രാജയോഗം ചെയ്യുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ആ 7 വർഷവും ശോഭനമായിരിക്കും. 47 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹു ദശാകാലമാണ്. ഈ രാഹുവാണ് ഇവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പ്രേമത്തെക്കുറിച്ചുമൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്നതുമൊക്കെ. രാഹു അവരുടെ ജനന സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ പ്രേമത്തിലാകപ്പെട്ട് പരാജയപ്പെട്ടു പോകും, വിദ്യാഭ്യാസം നിലച്ചു പോകും, അവരൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കത്തില്ല, നിരാശ കൊണ്ട് അവരുടെ ജീവിതത്തെ തകർത്ത് കളയും. അതേസമയത്ത് രാഹു അവർക്ക് അനുകൂലമാണ്, നല്ല ബലവാനാണെങ്കിൽ
അവർ വിദ്യാഭ്യാസവും ചെയ്യും, പ്രേമത്തിലാവപ്പെട്ട് പ്രേമ വിവാഹവും നടക്കും, നല്ലപോലെ അവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഗ്രഹനില നോക്കിയൊക്കെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയെടുക്കുക, അവിടെ അതിനുവേണ്ടി പരിഹാരങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ 47 കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹുദശാകാലമാണ്. ഈ ദശാകാലം അവർക്ക് രാഹു അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ ദോഷവും, നല്ല സ്ഥിതിയിലാണെങ്കിൽ അനുകൂലമായ ഫലങ്ങളും നൽകും. 48, 7, 55, 10, 65 വയസ്സ് വരെ രാഹുദശാകാലമുണ്ട്. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലമാണ്. 65, 6, 71, 10, 81 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ശോഭനമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ശോഭനമായ ഒരു ദശാകാലം വ്യാഴം കൊടുക്കും ഇവർക്ക് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 71 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 65, 6, 71, 10, 81 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശനി ദശാകാലമാണ് വന്നു ചേരുക. ഈ ശനി ദശാകാലം ഇവർ ജനിച്ച സമയത്ത് ശനി ഇവരുടെ കൂറിൻ്റെ അധിപനായ ചൊവ്വയുടെ അഷ്ടമത്തിലോ അല്ലെങ്കിൽ ശനിയുടെ അഷ്ടമത്തിൽ ചൊവ്വ നിന്നാലും ആയുസ് അവിടെ കൊണ്ട് അവസാനിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ശനി ദശാകാലത്ത് ഇവരുടെ ആയുസ് തീരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എങ്കിലും ജ്യോതിഷം കണക്ക് പറയുന്ന പ്രകാരം 100 വയസ്സ് വരെ ഇവർക്ക് ശനി ദശാകാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധദശാകാലം, അങ്ങനെ 117 എന്നുള്ള കണക്കാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ചിന്തിക്കേണ്ട വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ട വിഷയം. നാളത്തെ ദിവസം അശ്വതി നക്ഷത്ര ദിവസമാണ്. രേവതി, ആയില്യം, മകം, പൂരുട്ടാതി, അവിട്ടം, മൂലം, പൂരാടം എന്നീ നാളുകാർക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. രേവതി, ആയില്യം, മകം, പൂരുട്ടാതി, അവിട്ടം, മൂലം, പൂരാടം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാർക്കാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം. നാളത്തെ ദിവസം പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തെ തളർത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ജ്യോതിഷം ഈ പ്രതികൂലത്തെ മുൻകൂട്ടി പറയുന്നത്. പക്ഷേങ്കിൽ ചിലർക്കൊന്നും കാര്യമായിട്ട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. എങ്കിലും അത് സൂക്ഷ്മതയോടുകൂടി ഓർത്തിരിക്കണം. നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ്, ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്, സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം ഇത് പറയുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6 മണി 7 മിനിറ്റ് മുതൽ 7 മണി 37 മിനിറ്റ് വരെ, അതിരാവിലെ 6 മണി 7 മിനിറ്റ് മുതൽ 7 മണി 37 മിനിറ്റ് വരെ ശുഭസമയമാണ്. പിന്നീട് 10 മണി 37 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി 7 മിനിറ്റ് വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം നാളത്തെ തീയതി 3 ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം മധ്യമമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നും പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നമുക്ക് ഈ അധ്യായത്തിൽ നക്ഷത്രഫലം, നാളത്തെ ജീവിതാനുഭവങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് ചുരുക്കമായിട്ട് പറയുന്നതാണ്. നക്ഷത്രഫലം ആരെയും ഭയപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ ഉള്ളതല്ല, ഒരറിവായിട്ട് പ്രിയപ്പെട്ടവർ അതിനെ കാണുക. നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് ഏത് വിധത്തിലുള്ള അനുഭവമാണെന്ന് ചിന്തിക്കാം. നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. രാജയോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക്. നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. 2ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ, അതായത് ശുക്രൻ, വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഗ്രഹങ്ങൾ നിന്നാൽ അത് രാജയോഗമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യത്തിൽ കൂടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാകും. ഭാഗ്യകരമായ അനുഭവമായിരിക്കും. നാളത്തെ ദിവസം തീർച്ചയായിട്ടും ഭാഗ്യത്തിൽ കൂടി നല്ല അനുഭവങ്ങൾ വന്നു ചേരാം. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ചിലർക്കൊക്കെ ഭാഗ്യക്കേടുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. കാരണം അവർ ജനിച്ച സമയത്ത് നാളത്തെ ദിവസം ഈ പറഞ്ഞ 3 ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ അവർ മുഖേനയുള്ള ദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരാനിടയുണ്ട്. അതുകൊണ്ട് ഈ 3 ഗ്രഹങ്ങളും ഇവർ ജനിച്ച സമയത്ത് അനുകൂലമായ സ്ഥിതിയിലാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇവർക്ക് രാജയോഗം തന്നെയായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഗ്രഹം ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ നിന്നാൽ രാജയോഗമാണെന്നാണ് ജ്യോതിഷം അതിനെ വിശദീകരിച്ചിരിക്കുന്നത്, നിർവചിച്ചിരിക്കുന്നത്. അപ്രകാരം നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് വിവിധവും വ്യത്യസ്തവുമായ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മാത്രമല്ല ശനി ഇപ്പോൾ പവർഫുള്ളായിട്ട് അവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നൊരു സമയവുമാണ്. ശനി അവരുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ആരുടെയും ശത്രുത ശനിക്ക് ഇപ്പോൾ ഇല്ല. ശനിക്ക് ഒരു ഗ്രഹത്തിൻ്റെയും ശത്രുതയില്ലാതെ ശനി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഗ്രഹങ്ങളൊക്കെ മറ്റ് ഗ്രഹങ്ങളൊക്കെ ശനിക്ക് ശത്രുതയായിട്ട് വന്നു ചേരുന്ന ശനിയുടെ നേരെ മുമ്പിൽ വരുന്ന സമയം മാത്രമേ ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ 11ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇപ്പോൾ ഇവർക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ അത് ജനിച്ച സമയത്തുള്ള പ്രശ്നം കൊണ്ടാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ ഗ്രഹനിലയൊക്കെ എടുത്ത് പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ജീവിതം ഏറെക്കുറെ നല്ല രീതിയിൽ പോകും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് രാജയോഗ തുല്യമായുള്ള അനുഭവങ്ങൾ വിവിധവും വ്യത്യസ്തമായ രീതിയിൽ ഭാഗ്യത്തിൽ കൂടി വന്നു ചേരാം. അത് സ്ത്രീ മുഖേന വന്നു ചേരാം, തൊഴിൽ മുഖേന വന്നു ചേരാം, ധനപരമായിട്ട് വന്നു ചേരാം, വിവാഹം ചെയ്യാനിരിക്കുന്ന പെൺകുട്ടി മുഖേന വന്നു ചേരാം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമല്ല. പലർക്കും നാളത്തെ ദിവസം അലസത, കാര്യപ്രാപ്തിക്കുറവ്, ഉത്സാഹക്കുറവ്, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ, തളർച്ച, ക്ഷീണം, അങ്ങനെയുള്ള പല പ്രതികൂലമായ അനുഭവങ്ങളും അവർക്ക് നാളത്തെ ദിവസം വന്നു ചേരാനിടയുണ്ട്. ശരീരത്തിൽ മുറിവ് ചതവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് മാറി താമസിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അങ്ങനെ നാളത്തെ ദിവസം മാതാവിന് പ്രതികൂലമായ അനുഭവങ്ങൾ മൂലം മാതാവിന് ക്ലേശം സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളിലും അവർക്ക് സാഹസികമായി ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു ദിവസമാണ്. സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടും. അതുപോലെ തന്നെ മുറിവ് ചതവുകൾ, അന്യദാശവാസം, മാതൃക്ലേശം, എന്നിങ്ങനെ ഓരോരോ ദോഷവശങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും അവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത്തം മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, തൊഴിൽപരമായ നേട്ടമുണ്ട്, ദാമ്പത്യ സുഖമുണ്ട്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, കുടുംബസുഖം, അതുപോലെ തന്നെ വ്യാപാരികൾക്ക് അനുകൂലമായ ദിവസം. അങ്ങനെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചുള്ള തൊഴിൽ ഗുണം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ സ്ഥാപനത്തിൽ നിന്നുള്ള നേട്ടവും തൊഴിൽ ഗുണവും മേലധികാരികളിൽ നിന്നുള്ള നേട്ടവും അങ്ങനെ വിവിധ തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്ലെന്ന ആളുകാർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് എന്തുകൊണ്ടും നേട്ടമാണ്. അതുപോലെ തന്നെ ബന്ധുഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. ഭാര്യാപുത്രാദികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് അനേക വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നാളെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അനേകം സുഖാനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുന്ന അവസ്ഥയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഭാഗ്യം കൊണ്ട് നാളത്തെ ദിവസം ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, അങ്ങനെ
ഒരുപാട് നേട്ടങ്ങൾ ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുര ഉത്രം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല. പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ അവരെ തേടി വരാം. പ്രത്യേകിച്ച് ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പനിയുണ്ടാകാം, ശ്വാസം മുട്ടലുണ്ടാകാം, അങ്ങനെയുള്ള വിമിഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വന്നു ചേരാം. എങ്കിലും വലിയ അധ്വാനം കൂടാതെ അവർക്ക് വരുമാനം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. തൊഴിലിൽ നിന്നുള്ള വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും അനുഭവത്തിൽ വന്നു ചേരാം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം തൃപ്തികരമായ ദിവസമല്ല. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. അതായത് ഭാര്യ മുഖേന പല പ്രകാരങ്ങളിലുള്ള ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സമ്പത്ത് വന്നു ചേരാം, സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. അതുപോലെ തന്നെ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകാം, തൊഴിൽപരമായ നേട്ടം ഉണ്ടാകാം, ഉയർച്ച ഉണ്ടാകാം. എന്നിരുന്നാലും സ്ത്രീ മൂലമുള്ള ധനനാശത്തിനും മാനഹാനിക്കും നാളത്തെ ദിവസം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാമെങ്കിലും അവിടെ തിക്താനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം രോഗദുരിതങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരാം. രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായുള്ള ഇവരുടെ നേട്ടം നാളത്തെ ദിവസം കാര്യമായി ഉണ്ടാകത്തില്ല. നാളെ തൊഴിൽപരമായി വലിയ നേട്ടം ഉണ്ടാകത്തില്ല, കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് ഇവർക്ക് ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ മാനസികമായ ശാരീരികമായ സ്ഥിതി അത്ര മെച്ചവുമായൊരു ദിവസമല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളിലുമുള്ള നേട്ടം വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് നാളത്തെ ഫലമായിട്ട് വൃശ്ചികക്കൂറുകാർക്ക് വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കും. നാളത്തെ ദിവസം നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല പുത്രന്മാർ, സൽപുത്ര ഗുണമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മനഃശുദ്ധി, മറ്റുള്ളവർ നല്ല രീതിയിൽ പെരുമാറുന്ന ദിവസമാണ്. ഭൂമി കൊണ്ടുള്ള ലാഭമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാഭ്യാസപരമായ ഉന്നതി പ്രാപിക്കുന്നൊരു ദിവസമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായി വലിയ നേട്ടമുള്ളൊരു ദിവസമല്ല എന്നും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ശശിമംഗള യോഗം എന്ന് പറയുന്ന ഒരു യോഗത്തിൻ്റെ ഗുണങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അവരുടെ 4-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിന്നാൽ ശശിമംഗള യോഗം എന്ന യോഗമാണ്, രാജയോഗമാണ്. അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നല്ല ആരോഗ്യസ്ഥിതി ആയിരിക്കും. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയിലുള്ള നേട്ടം അതാണ് പ്രധാനമായിട്ടും വന്നു ചേരുക. അപ്പോൾ അത് ജനിച്ച സമയത്ത് ഈ 2 ഗ്രഹങ്ങളും നല്ല ഇഷ്ടഭാവത്തിൽ നല്ല ബലത്തോടു കൂടിയാണ് നിന്നിരുന്നതെങ്കിൽ നാളത്തെ ദിവസം ശശിമംഗള യോഗം കൊണ്ടുള്ള രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ദോഷം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ചിലർക്കൊക്കെ നേട്ടം കൈവരിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൂർണ്ണമായിട്ടുമുള്ള ഫലം വന്നു ചേരാൻ സാധ്യതയില്ല. അവിടെ ശത്രുത വന്നു ചേരുന്നത് കൊണ്ട് ഇതൊക്കെ ശത്രുതയിൽ അവസാനിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് ഇങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും കടന്നു പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതായത് ചിലർക്ക് നാളത്തെ ദിവസം നേട്ടമായിരിക്കും, ചിലർക്ക് കോട്ടമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർ വളരെ ത്യാഗമനോഭാവത്തോടുകൂടി പെരുമാറുന്ന ദിവസമാണ്. ബുദ്ധിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യും. അതിൽ വിജയിക്കാൻ വേണ്ടി ത്യാഗമനോഭാവത്തോടുകൂടി പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ വിജയവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പ്രകൃതി പ്രതികൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. കാലവർഷത്തിൻ്റേതായ കെടുതികളിൽ പെട്ട് പലരും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു. എങ്കിലും മഹാദേവൻ എല്ലാവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകും. തീർച്ചയായിട്ടും മഹാദേവൻ എല്ലാവരെയും കാത്തുരുപാലിക്കും, സുരക്ഷിതമായി കാത്തുരുപാലിക്കും. ഞാനിതിനായിട്ട് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ ശക്തിയും സംരക്ഷണവും ഒക്കെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. മഹാദേവ എല്ലാവരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.